ഹലോ, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഞാനിന്ന് എനിക്ക് ഒരു ചെറിയൊരു ഓർഡർ ഇട്ടിട്ടുണ്ട്. രാവിലെ 5 മണിയാകുമ്പോൾ വിളിച്ചിട്ടുണ്ട്. ഒരു കിലോ അച്ചാറുണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ചോദിക്കുന്നു. ഗൾഫിൽ കൊടുത്തയക്കാനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ കിട്ടിയ ഓർഡറല്ല, അപ്പോൾ ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാങ്ങയും ഉണ്ണിയപ്പം ഓർഡർ ഉണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചെയ്യുന്നത്, എൻ്റെ ഇടത് കൈയാട്ടോ മാങ്ങക്കരിയ ഉണ്ടോ. എനിക്ക് കുട്ടിക്കാലത്തെ ശീലമായതാണ്. അങ്ങനെ പച്ചക്കറികൾ, മീൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കഷ്ണം കിട്ടുന്നതൊക്കെ ഈ ഇടത് കൈയായിട്ടാണ്. എല്ലാതും ഇടത് കൈയായിട്ടായിരുന്നു കേട്ടോ. അലക്കൽ, പാത്രം കഴുകൽ ഒക്കെ ഇടത് കൈയായിട്ടായിരുന്നു. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മടിയായിട്ട് ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ ചിരിച്ചിട്ടും കളിയാക്കിയിട്ടൊക്കെ എനിക്ക് മടിയായപ്പോൾ ഞാനത് മാറ്റിയെടുത്തു. മറ്റുള്ള അലക്കൽ, പാത്രം കഴുകൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വലത് കൈയായിട്ട് ചെയ്ത് ശീലമാക്കിയെടുത്തു. പക്ഷേ ഈ കത്തിയായിട്ടുള്ള പ്രയോഗം മാത്രം എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റണില്ല. അപ്പോൾ കയ്യിൽ തട്ടിമുറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അത് മാത്രം ഞാൻ മാറ്റിയില്ല. ബാക്കിയെല്ലാം ഇടത്തിൽ നിന്ന് വലത്തിലേക്ക് മാറ്റി. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഇടത് കൈയായിട്ട് ചെയ്യും. അപ്പോൾ എനിക്കിതെന്താ വെച്ചാൽ ഒരു 9, 10 മണിക്ക് ഉള്ളിൽ ഇത് കൊടുക്കേണ്ടതാണ്. ഇതായിരുന്നു ഉപ്പ് തിരുമ്മി വെച്ച് ഒരു മണിക്കൂർ ഉപ്പ് തിരുമ്മി വെച്ചിട്ട് പിന്നെ അത് അച്ചാറാക്കി മാറ്റണം. അപ്പോൾ ഇനി അച്ചാർ ഉണ്ടാക്കാൻ നന്നായിട്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം. ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാടൻ രീതിയിലാണ് തയ്യാറാക്കുന്നത്. നമ്മൾ ഉപ്പ് പുരട്ടി വെച്ചതിന് ശേഷം ഒരു മണിക്കൂർ വെച്ചിട്ട് പിന്നെ അതിലേക്ക് ഉലുവ, കായം, കടുക് ഇതെല്ലാം വറുത്ത് പൊടിച്ചിട്ട് നമ്മൾ സാധാ മുളക് പൊടി ഉണ്ടല്ലോ, മുളക് പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതൊക്കെ എല്ലാം പൊടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഈ മാങ്ങക്കൂട്ടിലേക്ക് കൂട്ടുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും പാകത്തിന് ഉപ്പൊക്കെ ചെയ്തിട്ട് ഒക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഉലുവ, കടുകും കറിവേപ്പിലയും കൂടെ വറവിട്ടിട്ട് നല്ലെണ്ണയിൽ വറവിട്ടിട്ട് അതിലേക്ക് ഈ മാങ്ങക്കൂട്ടിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ പണി. എന്നാൽ നമ്മൾ നാടൻ രീതിയിൽ നമ്മൾ ചില ആളുകൾ മാങ്ങ ചൂടാക്കാതെ അങ്ങനെ പച്ച ഇതിലേക്ക് ഒഴിക്കിട്ട് അങ്ങനെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട്, പക്ഷേ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ ഈ മാങ്ങ നല്ലെണ്ണയിൽ ചൂടാക്കി എടുക്കുമ്പോൾ. പിന്നെ കേടാവാതിരിക്കാനും കുറേ സമയം കേടാവാതിരിക്കാനും നല്ലതാണ്. എന്നിട്ട് വല്ലാതെ വേവിക്കരുത് കേട്ടോ. അത് നല്ലെണ്ണ നമ്മൾ വറവിടുന്ന നല്ലെണ്ണ അല്ലേ, അത് നന്നായിട്ട് കടുകും കരിവേപ്പിലൊക്കെ ഇട്ട് വറവിട്ടിട്ട് മസാലയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ മസാലയൊക്കെ ഒന്ന് മാങ്ങയൊന്നായിട്ട് ചൂടാക്കാൻ നല്ലത്. വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിക്കുക. ചിലവർക്ക് പുളി ആവശ്യമുണ്ടാവുമല്ലോ, അപ്പോൾ വേണമെങ്കിൽ കുറച്ച് പുളിക്ക് പകരം വിനാഗിരി ഒഴിച്ച് എല്ലാം കൂടെ ഒന്നായിട്ട് ചൂടാക്കിയെടുക്കുക. വിനാഗിരി ഒരിക്കലും നമ്മൾ പച്ചയ്ക്ക് ഒഴിക്കരുത്. ഏത് അച്ചാറുണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ വിനാഗിരി ഒന്ന് തിളപ്പിച്ചിട്ട് വേണം ഒഴിക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ അച്ചാറാണെങ്കിലും നാരങ്ങ അച്ചാറാണെങ്കിലും പെട്ടെന്ന് കേടായി പോകേണ്ടതാണ്. പച്ചയ്ക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ദിവസം ഇരിക്കില്ല. തിരിച്ച് നമ്മൾ നല്ല ചൂടാക്കിയിട്ട് വിനാഗിരി ചൂടാക്കിയിട്ട് ഒഴിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വറവിടുമ്പോൾ മസാലയൊക്കെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ മസാല കൂട്ടിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിച്ചാൽ മതി. എന്നാൽ അതിലേക്ക് മാങ്ങ ഇട്ടാലും മതി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഞാൻ പച്ചയ്ക്ക് വിനാഗിരി ഒഴിക്കാറൊന്നുമില്ല, വെള്ളം ചേർക്കാറില്ല. മാങ്ങയിൽ അച്ചാറിലൊന്നും വെള്ളം ചേർക്കാറില്ല. എനിക്ക് വെള്ളം ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും വെള്ളം ചേർത്ത് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്, നമുക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായം ഉണ്ടല്ലോ, കായം കുറച്ച് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് അതിലേക്ക് തിളപ്പിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് മാങ്ങ പാത്രത്തിലേക്ക് ഇടുക കേട്ടോ. മാങ്ങ ഇടാനുള്ള പാത്രത്തിൻ്റെ മുകളിലാണ് ഫോൺ ചാരി വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതാണ് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോ ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ കായം തിളപ്പിച്ച് ആ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അല്ലാതെ പച്ചയ്ക്ക് നമ്മൾ വെള്ളം ഒഴിക്കരുത്. അച്ചാറിലൊന്നിനും വെള്ളം ഒഴിക്കാൻ പാടില്ല. അപ്പോൾ അച്ചാർ കേടാവും പെട്ടെന്ന്. ഇങ്ങനെ കായം കൂട്ടി തിളപ്പിച്ച് നല്ലതൊരു ഗ്രേവി മാതിരി ആയിട്ടുണ്ടാവും. ആ വെള്ളം ഒഴിച്ചാൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഓക്കെ.